എല്ലാവർക്കും നമസ്കാരം. ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെ വൈശാഖ മാസമാണ്. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം. ഈ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ചിട്ടുള്ള കഥ എങ്ങനെയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാവുന്ന കഥയായിരിക്കും. എങ്കിലും അതിൻ്റെ ഒരു കുറച്ചൊന്ന് അതിൻ്റെ പുരോഗതി എങ്ങനെയാണ് ഈ ക്ഷേത്രം ഈ രീതിയിലായത് എന്നാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ വിളിക്കുന്ന മൂർത്തി മഹാവിഷ്ണു സ്വരൂപത്തിലുള്ള വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അതായത് 4 കൈകളോട് കൂടിയിട്ടുള്ള നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ് ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എങ്ങനെയാണ് ഗുരുവായൂർ വന്നത് എന്നതാണ് ആ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കഥ. അതെങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. ഭഗവാൻ മഹാവിഷ്ണു തന്നെ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് ആ വിഗ്രഹം പൂജിച്ചുകൊണ്ടാണ് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ആ വിഗ്രഹം ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ശ്രുതബസ് എന്ന് പറയുന്ന മഹർഷിക്കും ഒപ്പം പ്രശ്നി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും സമ്മാനിച്ചു. അവർ ആ വിഗ്രഹത്തെ ഉപാസിച്ച് ഭഗവാനെ ദീർഘനാൾ തപസ് ചെയ്തപ്പോൾ മഹാവിഷ്ണു തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ആ മഹാവിഷ്ണു അവരോട് ചോദിച്ചു, എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നിയും ശ്രുതബസും പറഞ്ഞത്, എനിക്ക് ഭഗവാനെ പോലെ ഒരു മകനെ വേണം എന്ന് 3 തവണ അവർ ആവർത്തിച്ച് പറയുകയുണ്ടായി. അങ്ങനെ 3 തവണ ഇത് ആവർത്തിച്ചതുകൊണ്ട് തന്നെ മഹാവിഷ്ണു അവരോട് പറഞ്ഞു, ഈ 3 ജന്മങ്ങളിലും ഞാൻ നിങ്ങൾക്ക് മകനായി ജനിക്കും എന്ന് ഭഗവാൻ അവരെ അറിയിക്കുകയാണ്. അങ്ങനെ ആ ജന്മത്തിൽ, അതായത് ശ്രുതബസിനും പ്രശ്നിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നു. ഭഗവാൻ അവരുടെ മകനായി പ്രശ്നികർപ്പൻ എന്ന പേരിൽ അവതരിക്കുന്നു. 2ാമത് അവർ പുനർജനിക്കുന്നത് കശ്യപനും അതിഥിയുമായിട്ടാണ്. ആ ജന്മത്തിൽ ഭഗവാൻ അവരുടെ കുട്ടിയായി വാമനനായി ജനിക്കുന്നു. 3ാമത്തെ ജന്മത്തിൽ അവർ വസുദേവരും ദേവകിയുമായി ജനിക്കുന്നു. അവരുടെ മകനായിട്ടാണ് ഭഗവാൻ കൃഷ്ണനായി ജനിക്കുന്നത്. അപ്പൊ ഈ 3 ജന്മങ്ങളിലും ഇവർ ഈ വിഗ്രഹം പൂജിക്കുകയും അതുവഴിയാണ് അവർക്ക് ഭഗവാനെ മകനായി കിട്ടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹം ശ്രീകൃഷ്ണൻ സ്വയം പൂജിച്ചതായി കരുതപ്പെടുന്നു. ഭഗവാൻ സ്വർഗാരോഹണത്തിന് പോയതിനു ശേഷം ദ്വാരക കടലെടുക്കുകയും ഭഗവാൻ ഉദ്ധവരെയും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള വായുദേവനെയും നിർദ്ദേശിച്ചതനുസരിച്ച് ഗുരുവും വായുവും ചേർന്ന് ഈ വിഗ്രഹം, അതായത് ഈ പരമ്പരകളായിട്ട് അവർ പൂജിച്ചിരുന്ന വിഗ്രഹം കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും ദക്ഷിണ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്കായി യാത്ര ചെയ്യുകയും ചെയ്തു. ഇവിടെ നാം ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം ഇരുന്ന സ്ഥലം അന്ന് ഒരു മഹാദേവ ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശിവൻ അവിടെ പ്രത്യക്ഷനായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന രീതിയിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി മാറിക്കൊടുക്കുകയും അവിടെ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും കൂടെ ചേർന്ന് പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം ഇരിക്കുന്ന ആ സ്ഥലമാണ് പിന്നീട് ഗുരുവായൂരായി മാറിയത്. അതുപോലെ തന്നെ മഹാദേവൻ മാറി നിന്ന സ്ഥലം ഇന്ന് മമ്മിയൂർ ക്ഷേത്രമായി നാം അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് എത്രയോ ലക്ഷക്കണക്കിന് ഭക്തന്മാർ എത്രയോ കാലം കാത്തിരുന്നും ഒരുപാട് കൊതിച്ചുമെല്ലാം എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുടെ കഥയായിട്ട് നമുക്ക് ചുരുക്കി പറയാം.